വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വി എ ശ്രീധരനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുക. അധ്യക്ഷൻ എന്തോ അവസാനം പറയാൻ വേണ്ടി വെച്ചിരിക്കുക. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ പ്രസിഡന്റ് ചെയർമാൻ മാനുവൽ ലിക്സൺ, സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ ശിവപ്രസാദ്, വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ഗീജ ടെൻസൻ, ജനമേ ജയൻ, വേദിയിലുള്ള കെ എൽ ലിജോ, ഷൈനി വിപിൻ, ഉൾപ്പെടെ ജീവൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരെ, ഈ ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങളുമായി കുറച്ച് നാളുകളായി അടുത്ത് ഇടപഴകുന്നത് കൊണ്ട് പലരുടെയും മുഖം നല്ലതുപോലെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും പേര് ചിലപ്പോ കിട്ടില്ല. എന്നാലും വളരെ സുപരിചിതരായി മാറുവാനായി സാധിച്ചിട്ടുണ്ട്. ഇടക്കൊച്ചി എന്ന ഈ പ്രദേശത്തിന്റെ ഏറ്റവും ജനകീയമായ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമിതി രൂപീകരിതമായത് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഇവിടെ സ്വാഗതം ആശംസിച്ച സന്ദർഭത്തിൽ ശിവപ്രസാദ് ഏട്ടൻ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ നിരവധി പ്രക്ഷോഭണങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് വേലിയേറ്റ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിനു മുൻപും ഞങ്ങളെയൊക്കെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പലതവണ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിച്ച ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ധർമ്മഞ്ചേട്ടൻ്റെ മകൻ. ഇതിനു മുന്നേയും സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ മുൻ MLA ശ്രീ ജോൺ ഫെർണാണ്ടസ് MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സ്ലൂയിസ് നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് പ്രദേശത്തു നിന്ന് തന്നെ എതിർപ്പ് ഉണ്ടായതിന്റെ ഭാഗമായി ആ നിർമ്മാണ പ്രവർത്തനം നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് ആ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ ഫണ്ട് ലാപ്സായി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ആ സ്ലൂയിസിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മുൻകരുതലായിരുന്നു ആ സ്ലൂയിസ് നിർമ്മിക്കേണ്ട സ്ഥലത്തെ കായലിന്റെ പ്രൊട്ടക്ഷൻ വാൾ നിർമ്മിക്കുക എന്നുള്ള കാര്യം. അതാണ് ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ച ജനകീയ സമിതിയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെ സൂചിപ്പിച്ച സന്ദർഭത്തിലും പറഞ്ഞ ശ്രീമതി ഗീജ ടെൻസൻ ബഹുമാനായ മേയർക്ക് നൽകിയ കത്തിന്റെ ഭാഗമായി പേയ്മെന്റ് പ്രയോറിറ്റിയിൽ നിർമ്മാണം പ്രവർത്തനത്തിന് കൗൺസിൽ അംഗീകാരം ലഭിച്ച പ്രവർത്തനവും തുടങ്ങുവാൻ സാധിക്കാതിരുന്നതിന്റെ തടസ്സങ്ങളെ കുറിച്ചാണ് ഇവിടെ ശിവപ്രസാദ് എന്നിവിടെ സൂചിപ്പിച്ചത്. ഈ പ്രശ്നത്തെ വളരെ ശാസ്ത്രീയമായി പരിഹരിക്കണമെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരം വേണമെന്നും ഒപ്പം അടിയന്തര പ്രാധാന്യത്തോടെയുള്ള പരിഹാരം വേണം എന്ന രണ്ട് തലത്തിലാണ് ഈ വിഷയത്തെ ഞങ്ങൾ നോക്കിൽ കാണുന്നത്. ബഹുമാന്യനായ മേയറുടെ നിർദ്ദേശപ്രകാരം ഈ പ്രദേശത്തെ വിഷയത്തിൽ കൊച്ചി നഗരസഭയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. അതിനു മുൻപും ഈ വിഷയത്തിൽ ഇടപെടണം എന്ന്
ഇവിടെയുള്ള കൗൺസിലർമാരും മേയറോടും എന്നോടും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് അഭിലാഷ്, ആ സന്ദർഭത്തിലൊക്കെ പ്രധാനമായും ഈ വിഷയത്തിനകത്ത് ഇറിഗേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ചില നീക്കങ്ങളെ കുറിച്ചായിരുന്നു നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ ചെയ്തു. അപ്പോഴാണ് നഗരസഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. നഗരസഭ സ്വാഭാവികമായും ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആ വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കുന്നത്, കൗൺസിലർമാരെല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കുന്നത്. ഇതിൽ വ്യക്തിപരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ കോർഡിനേറ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തുമ്പോൾ സത്യത്തിൽ ഒരുള്ള പ്രശ്നം ഇടക്കൊച്ചിയുടെ അത്ര കണ്ട് അനുഭവിക്കുന്നില്ല എങ്കിലും ഒരുള്ള പ്രശ്നം നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു പ്രദേശത്തെ കൗൺസിലർ കൂടിയാണ് ഞാൻ. എൻ്റെ പ്രദേശവും ഞാൻ ജനിച്ച നാൾ മുതൽ കാണുന്ന ഒരുള്ള പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തികച്ചും മനുഷ്യത്വപരമായ കാര്യമാണ് ജനകീയ സമിതിയും ഇവിടെയുള്ള നാട്ടുകാരും മറ്റ് സംഘടനകളും ആവശ്യപ്പെടുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി ഇടപെടാനുള്ളൊരു മനസ്സ് എനിക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുക. കാരണം വ്യക്തിപരമായ സങ്കടം എന്ന് വെച്ചാൽ ഈ ഓരുവെള്ളം കയറിയതിന്റെ ഭാഗമായി 2 വീടുകൾ ദ്രവിച്ച് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. നിങ്ങൾ വിചാരിക്കും എനിക്ക് 2 വീടുണ്ടായി, ഇത് താമസിക്കുന്നുകൂടാതെ 2 വീടിനി ഉണ്ടോ എന്ന് ചിന്തിക്കരുത്. ഞാനിപ്പോ താമസിക്കുന്നത് എൻ്റെ അപ്പൂപ്പനായ ശങ്കുണ്ണി നിർമ്മിച്ച വീടിന്റെ തുടർച്ചയിലാണ്. ആ ശങ്കുണ്ണി എന്ന് പറയുന്ന എൻ്റെ അപ്പൂപ്പൻ നിർമ്മിച്ച വീട് ഓരോ വെള്ളം കയറി ദ്രവിച്ച് നശിച്ചതിനെ തുടർന്ന് എൻ്റെ അച്ഛനായ അശോകൻ ഒരു വീട് നിർമ്മിച്ചു. അതും ഓരോ വെള്ളം കയറി ദ്രവിച്ചു. പിന്നെ അത് പൊളിച്ചിട്ടാണ് ഞങ്ങളിപ്പോ പുതിയതായ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതിനും ഓരോ വെള്ളം കയറിയതിനെ തുടർന്ന് ചില ഭാഗങ്ങൾ ദ്രവിക്കുന്ന ഒരു പ്രത്യേക ഘട്ടം കണ്ട് എല്ലാ ദിവസവും എഴുന്നേൽക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിന്റെ ദുരന്തം ശരിയായ വിധത്തിൽ അനുഭവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നത്തിന്റെ ഗൗരവത്തെ കൃത്യമായി തിരിച്ചറിയുന്നത് തന്നെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത്. നിയമവിധേയമായ എല്ലാ പ്രവർത്തനങ്ങളോടും നിയമവിധേയമായ എല്ലാ സമരങ്ങളോടും എല്ലാ കാലത്തും യോജിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നിയമവിധേയമായ എല്ലാ പ്രവർത്തനങ്ങളോടും നിയമവിധേയമായ എല്ലാ സമരങ്ങളോടും കൃത്യമായി യോജിച്ച് തന്നെ പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമരങ്ങൾ നമ്മുടെ നാട്ടിൽ പുതിയ കാര്യമല്ല. പക്ഷെ സമരങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരുമ്പോഴാണ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങൾ വരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ സമരങ്ങളും വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെയും ജനകീയ സമിതിക്ക് അധികാരികളുടെ മുന്നിലേക്ക് വിഷയം കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളത് ഈ സമിതിയുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. ചെയർമാൻ യുവജന കൂട്ടത്തിൽ വേണമെങ്കിൽ പെടുത്താം. കൺവീനർ യുവജന പ്രായം പിന്നിട്ട ഒരാളാണ്. പക്ഷേ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന യുവജന സമൂഹത്തിന്റെ ഒരു കൂട്ടം ഈ സമിതിയുടെ ഭാഗമായി കൂടി ചേർന്നപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയതുപോലെ ഇനിയിപ്പോ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഞാനൊരു ഫയല് നമ്പർ കൊടുത്താൽ ആ ഫയൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന്
എന്റെ മുന്നിൽ ഇരുന്നിപ്പോ വീഡിയോ ചിത്രീകരിക്കുന്ന ആസാദിന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോ ഞാൻ തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അത് ഇനി നടക്കില്ല. അതിനെയാണ് അഴിമതി അവസാനിപ്പിക്കൽ എന്ന് പറയുന്നത്. ഈ അഴിമതി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പണം വാങ്ങിക്കലും മാത്രമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഒരു ഫയൽ വെച്ച് താമസിപ്പിക്കുന്നതും അഴിമതിയുടെ കൂട്ടത്തിൽ പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ആയാൽ ആ ഫയൽ നമ്പർ നമ്മൾ പബ്ലിക്കിന്റെ മുൻപാകെ കൊടുത്താൽ ആ ഫയൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായി സമൂഹത്തിന് അറിയുവാൻ കഴിയുന്ന വിധത്തിലേക്കാണ് കൊച്ചി നഗരസഭ ഇപ്പോൾ മാറിയിട്ടുള്ളത്. കൊച്ചി നഗരസഭയുടെ മേയറുടെ നേതൃത്വത്തിൽ സ്മാർട്ട്, കേരളത്തിൽ ആദ്യമായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എല്ലാ സേവനങ്ങളെയും ഓൺലൈനാക്കി മാറ്റിയത് നമ്മുടെ കൊച്ചി നഗരമാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എടക്കൊച്ചിയിൽ മേയർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളുടെ ഫയലുകൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഇപ്പോ ഇവിടെയുള്ള സമിതിയുടെ മിക്കവാറും ആളുകൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് സ്വാഗത പ്രസംഗത്തിൽ ശിവപ്രസാദ് ഏട്ടൻ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്ന്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറച്ച് ദിവസമായി കണ്ടിട്ട്. ഞാനിപ്പോ അഭിലാഷുമായി വിവരം പങ്കുവെക്കുകയായിരുന്നു. 3 ഫയലുകളാണ് കൊച്ചി നഗരസഭ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റൊരു ഫയൽ അവിടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 4 ഫയലുകളാണ് നിലവിൽ എമർജൻസിയായി ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതിലൊന്ന് ഫിഷ്ഫാമിന് ഓപ്പോസിറ്റുള്ള സ്ഥലത്തെ കൽവെട്ട് നിർമ്മാണവും അവിടെ തന്നെയുള്ള സ്ലൂയിസുമാണ്. തൊട്ടിപ്പുറത്തെ തോടിൽ നിർമ്മിക്കേണ്ട സ്ലൂയിസാണ് മറ്റൊരു ഫയൽ പടിഞ്ഞാറൻ പ്രദേശത്ത് കോൺവെന്റ് മുതൽ അങ്ങോട്ട് പടിഞ്ഞോട്ടുള്ള ഭാഗത്തേക്കുള്ള ചെറിയ സ്ലൂയിസുകളാണ്. ചെറിയ സ്ലൂയിസുകൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ 3 ഫയലുകളാണ് നിലവിൽ നഗരസഭ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പരമാവധി വേഗത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞാൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു കാര്യവും മറച്ചു വെക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അത് സ്മാർട്ട് ഉള്ളത് കൊണ്ട് മാത്രമല്ല, കാര്യങ്ങൾ മറച്ചു വെച്ച് പോയിട്ടൊരു കാര്യമില്ല. ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ഭാരവാഹികൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എസ്റ്റിമേറ്റ് നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ റൈറ്റ് റിവിഷൻ എന്ന് വെച്ചാൽ കോൺട്രാക്ടർമാർക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ വിധമുണ്ട്. കാരണം ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ അയാൾ സ്വാഭാവികമായും കോൺട്രാക്ടർ ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുള്ളൂ. അപ്പൊ അതിനകത്ത് 10 മുതൽ 15% വരെ റൈറ്റ് റിവിഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ താമസം ഒരു പക്ഷേ നേരിട്ടേക്കാമെന്ന് ഞാൻ ഇതിന്റെ ഭാരവാഹികളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപാണ് റൈറ്റ് റിവിഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം വളരെ വേഗതയിൽ അതിന്റെ നടപടികൾ പൂർത്തിയാക്കി, സന്തോഷപൂർവ്വം പറയട്ടെ, കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഓഫീസ് ടൈം പൂർത്തിയാവുന്നതിന് മുൻപായി ബഹുമാന്യനായ മേയർ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തന്ന വിവരം ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. നാളെ അതിന്റെ ടെക്നിക്കൽ സാങ്ഷന് വിട്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആ പ്രവൃത്തികൾ ടെൻഡർ ചെയ്യുവാൻ കഴിയും എന്നുള്ള അഭിമാനകരമായ നേട്ടം നഗരസഭയ്ക്ക് ചെയ്യുവാൻ ഞങ്ങൾ 3 കൗൺസിലർമാർക്കും കൂടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും കൂടി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പൊ ഇത് ടെൻഡർ വിളിക്കുമ്പോൾ ആ ആശങ്കയും ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് ആരെടുക്കും എന്നുള്ള പ്രശ്നമുണ്ട്. പണ്ട് അനുവദിച്ച പോരല്ലേ, ഇപ്പൊ അന്ന് നമ്മള് ബിജു അല്ലേ, പിന്നെ അയാൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് പോയി. അതിന്റെ ലാഭത്തിന്റെ കൂടി പ്രശ്നങ്ങൾ കണക്കാക്കിയത് പിന്നീട് ഇവിടെ എത്തിയപ്പോഴാണ്. കാരണം ഈ പ്രദേശത്തേക്ക് വാഹനം പെട്ടെന്ന് എത്തി, അങ്ങനെ കുറച്ച് ലേബർ ചാർജ് വരും കൂടുതലായി. അപ്പോഴാണ് ഈ കോൺട്രാക്ടർമാർ പിന്നോട്ട് പോകുന്നത്.
അപ്പൊ ഞങ്ങൾ ആലോചിച്ചു എന്ത് ചെയ്യണം എന്നൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പല കോൺട്രാക്ടർമാരുമായും സംസാരിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോഴൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ടർമാർ ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വർക്ക് എടുക്കാന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊച്ചി നഗരസഭ എത്തി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ നിലവിൽ സാധാരണ 3.5 കൊല്ലം കുടിശ്ശികയുണ്ടാവും. 3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ജോലി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്ലാൻ ഫണ്ട് മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ. ഇപ്പോ നിലവിൽ നഗരസഭയിൽ 11 മാസത്തെ കുടിശ്ശികയായി മേയർ വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ സാമ്പത്തിക മാനേജ്മെന്റിലൂടെ ആ പ്രശ്നത്തെ പരിഹരിച്ചു. ഇപ്പോ വെറും 11 മാസത്തെ കുടിശ്ശികയുള്ളൂ കോൺട്രാക്ടർമാർക്ക്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് മുൻപ് ഒരു 6 മാസത്തെ കൂടി കൊടുത്താൽ പിന്നീട് അപ്പോ വളരെ ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമായി കുടിശ്ശിക മാറുകയാണ്. അപ്പോ ജോലി ചെയ്യും. അപ്പോ ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബാബു ജോസഫ് എന്ന് പറയുന്ന കരാറുകാരൻ നഗരസഭയിലെ 5 കരാറുകാരെ എടുത്താൽ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല 5 കരാറുകാരെ എടുത്താൽ അതിൽ ഏത് സ്ഥാനം നിശ്ചയിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കരാറുകാരനാണ് ഈ ബാബു ജോസഫ് എന്ന് പറയുന്ന കരാറുകാരൻ. എ ക്ലാസ് ജോലിയാണ്. വളരെ ആത്മാർത്ഥമായി ക്വാളിറ്റിയോടെ ജോലി ചെയ്യുന്ന ഒരു കരാറുകാരനാണ്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. ഇടക്കൊച്ചിയിലെ സ്ലൂയിസുകളുടെ നിർമ്മാണം അദ്ദേഹം ഏറ്റെടുക്കണമെന്ന് മേയർ കൂടി പറഞ്ഞു. അതിനെ തുടർന്ന് കരാറുകാരൻ ആ ജോലി കൂടി ഏറ്റെടുക്കാമെന്ന് അറിയിച്ചതോടുകൂടി ഞങ്ങളുടെ പ്രതിസന്ധിയും കുറഞ്ഞു, നിങ്ങളുടെ പ്രതിസന്ധിയും മാറി. അപ്പൊ കരാറുകാരനെ കിട്ടില്ല എന്നുള്ള പ്രശ്നവും പരിഹരിക്കപ്പെട്ടതോടുകൂടി നമുക്ക് സ്ലൂയിസിന്റെ നിർമ്മാണം വേഗതയിൽ ആരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ആലോചിക്കുന്നത്. പിന്നെ തുടർച്ചയിൽ ഞങ്ങൾ അഭിലാഷുമായി കഴിഞ്ഞ ദിവസം ആലോചിച്ചു നമ്മുടെ മറ്റ് റോഡുകൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ. ഇതെല്ലാം നഗരസഭയ്ക്ക് എന്താണോ ചെയ്യേണ്ടത്, ഈ പ്രദേശത്ത് നഗരസഭ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണമോ ആ നഗരസഭ എന്തെല്ലാം പ്രവർത്തനം എന്ന് വെച്ചാൽ എടക്കൊച്ചിയിലെ സകല പ്രവർത്തനവും നഗരസഭ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടാണ്. അന്ന് നഗരസഭയ്ക്ക് ചുമതലപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ തന്നെ നഗരസഭയുടെ ചുമതലയിൽ പെടാത്തൊരു കാര്യമാണ് ഇപ്പൊ കായൽ കെട്ടുന്നത്. കായൽ കെട്ടുന്നത് നഗരസഭയുടെ ചുമതലയിലല്ല. പക്ഷെ എന്നിരുന്നാലും ജനങ്ങളുടെ വിഷയങ്ങളായതുകൊണ്ട് അത് ചെയ്യുന്നു. അപ്പോ നഗരസഭ എന്ന നിലയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പണം ഒരു തടസ്സമാവില്ല എന്നാണ് ജനകീയ സമിതി മേയറെ വന്ന് കണ്ടപ്പോ അദ്ദേഹം ഇവർക്ക് നൽകിയ ഉറപ്പ്. പണം ഒരു തടസ്സമാവില്ല എന്ന് തന്നെയാണ്. പണം ഒരു തടസ്സമാവരുത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയും നിലപാട്. അതുകൊണ്ട് നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി വരുന്നുണ്ട്. അത് ഇവിടുത്തെ 2 കൗൺസിലർമാരും മുൻകൈയെടുത്ത് തന്നെ അത് ചെയ്യും. അതിനും പണം കൃത്യമായി അനുവദിക്കാമെന്ന് മേയർ ഉറപ്പു നൽകിയിട്ടുള്ളതാണ്. ഇനി ബാക്കി വരുന്ന പ്രദേശങ്ങളിൽ വരേണ്ട സ്ലൂയിസുകൾക്കും പേയ്മെന്റ് പ്രയോറിറ്റി അനുവദിച്ചുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമേ പ്രശ്നം തീരില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ചെയ്യേണ്ട മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരാനും ചെയ്യുന്ന ഘട്ടത്തിൽ വരെ തുടർച്ചയായി പിന്തുടർന്നുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുവാനും കഴിയുന്ന വിധത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം മാറണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. തീർച്ചയായും ഞാൻ ഒരുപാട് നേരം പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുവെള്ള പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമരത്തെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ നടന്ന സമരങ്ങൾ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ട ആളുകൾ രൂപീകൃതമായ ഒരു സമിതി, ആ സമിതിയുടെ നേതൃത്വത്തിൽ കുറെ പ്രക്ഷോഭങ്ങൾ നടന്നു, സെമിനാറുകൾ നടന്നു, മാധ്യമ ശ്രദ്ധ കൊണ്ടുവന്നു, ശക്തമായ സമരങ്ങൾ വന്നു, നിയമവിധേയമായതും നിയമവിരുദ്ധവുമായ സമരങ്ങൾ നടന്നു. അത് സന്ദർഭത്തിൽ വരും. ലോകത്ത് എല്ലാം നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളൊക്കെ നിയമപരമായ സമരങ്ങൾ
ശേഷമുള്ള സമരങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സമരങ്ങളിലൊക്കെ കൂടി ഇടക്കൊച്ചി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സമരം കേരളത്തിന്റെ സമര ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുവാൻ സാധിച്ചു എന്നതിന്റെ ഒരു തെളിവാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം ഓരുവെള്ള പ്രശ്നം കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുമ്പോഴും ഇടക്കൊച്ചിയിൽ മാത്രമായി പ്രത്യേകമായ ഒരു ചർച്ചയ്ക്ക് ഒരു വേദി ഒരുക്കി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതിന്റെയും അതിന്റെ പിന്നിൽ സമരസമിതി നിർവഹിച്ചിട്ടുള്ള പങ്കിനെയും നാം പ്രത്യേകമായി കാണുമ്പോഴാണ് ഒരു പത്രം തന്നെ ആ പ്രവർത്തനം ഏറ്റെടുക്കുവാൻ തയ്യാറായത്. അതുകൊണ്ട് ഇതിനൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി നാം ഇതിനെ കാണേണ്ടതില്ല, ജനങ്ങളുടെ പ്രശ്നമായി ഇതിനെ കാണുകയും തുടർന്ന് ഇടക്കൊച്ചിയിൽ നഗരസഭ ചുമതലപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഓരുവെള്ള പ്രശ്നത്തിൽ മാത്രമല്ല കളിക്കളത്തിന്റെ കാര്യത്തിലും ഇടക്കൊച്ചി സ്കൂളിന്റെ കാര്യത്തിലും മറ്റെല്ലാ വിഷയങ്ങളിലും ഒക്കെ ഒരു വലിയ ശ്രദ്ധ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം അപ്പുറത്തെ വശം ഏതാണ്ട് പകുതി ഭാഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ ഇപ്പുറത്തെ ഭാഗം കൂടി ആരംഭിക്കുകയാണ്. അപ്പോ കണ്ണങ്ങാട്ട് ഇടക്കൊച്ചി മധുര കമ്പനി പാലം ആഗസ്റ്റ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഒരു പ്രൊജക്ട് കൂടി ഇടക്കൊച്ചി പള്ളുരുത്തിയുടെ ഭാഗമായി പുതിയതായി കടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായും ഓരോ സന്ദർഭത്തിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പരിഹരിക്കുവാൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ മനുഷ്യസാധ്യമായതെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് പരിഹരിക്കുവാനായി കഴിയണം. അതിന് എല്ലാവരുടെയും കൂടെ നഗരസഭയും ഉണ്ടാവും, മേയറുടെ നിർദ്ദേശപ്രകാരവും ഞങ്ങളും ഉണ്ടാവും, മേയറും ഉണ്ടാവും, നഗരസഭ ഒന്നടങ്കം ഇടക്കൊച്ചിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഉണ്ടാവും എന്നുകൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ.